മാഷാ അല്ലാ അൽഹംദുലില്ലാ നമ്മളെ ന്യൂട്രിലഡുവിന്റെ ഇന്നത്തെ ഓർഡർ ആണ് കേട്ടോ ഇത്. ഇന്ന് പല വിധത്തിലുള്ള ന്യൂട്രിലഡു ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ചില ആൾക്കാർക്ക് മധുരത്തിന് കരിപ്പെട്ടിയാണ് യൂസ് ചെയ്തിട്ടുള്ളത്, ചില ആൾക്കാർക്ക് ഈത്തപ്പഴമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഉണക്ക നെല്ലിക്കും കരിപ്പെട്ടി ഇട്ടിട്ട് ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതേപോലെ ഉണക്ക നെല്ലിക്കും ഈത്തപ്പഴം വെച്ചിട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ എൻ്റെ കസ്റ്റമേഴ്സ് എന്താണോ പറയുന്നത് ആ ഒരു രീതിക്ക് അനുസരിച്ചിട്ട് നമ്മളെ ന്യൂട്രി ലഡു ഒക്കെ റെഡിയാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ലഡു ആണെങ്കിലും പൗഡർ ആണെങ്കിലും ഒക്കെ. ഇതിപ്പോൾ സീഡ്സ് ന്യൂട്രി പൗഡർ ആണ് കേട്ടോ അപ്പോൾ ഈ ബോട്ടിലാക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നതാണ്. എള്ള്, കടല, ബദാം, കാഷ്നട്ട്, അതേപോലെ അവില്, പിന്നെ അരി, അതേപോലെ തന്നെ കറിവേപ്പിൻ്റെ ഇല, പിന്നെ നമ്മൾ സീഡ്സുകളും ചേർക്കും കേട്ടോ. മക്കാന, അതേപോലെ തന്നെ സൺഫ്ലവർ സീഡ്, ഫ്ലാക്സ് സീഡ്, പംകിൻ സീഡ്, ചിയ സീഡ്, അങ്ങനെ എല്ലാ സീഡ്സുകളും നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. എനിക്ക് കിട്ടുന്ന സീഡ്സുകളൊക്കെ ഞാൻ ഇതിലേക്ക് ചേർക്കാറുണ്ട് കേട്ടോ. പിന്നെ അതേപോലെ ചില ആൾക്കാർക്ക് മധുരത്തിന് ഉണക്ക മുന്തിരി മതി എന്ന് പറയും. അപ്പൊ അതിനനുസരിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കി കൊടുക്കും കേട്ടോ. അതാണ് ആ കറുത്ത കളറായിട്ട് കാണുന്നത്. അല്ലെങ്കിലും ഒക്കെ കറുപ്പ് തന്നെയാണ്, എന്നാലും ഒന്നും കൂടെ കുറച്ച് നല്ല ഉദിച്ച് കറുത്ത കളറായിട്ട് കാണുന്നത് അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ അതേപോലെ ഇത് ആർക്കൊക്കെ കഴിക്കാന്ന് ചോദിക്കുക, എല്ലാവർക്കും കഴിക്കട്ടോ. വലിയവർക്കാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും ഇപ്പോൾ നമ്മൾ ചോറ് കൊടുക്കുന്ന കുട്ടികൾക്ക് മുതൽ വയസ്സായ ആൾക്കാർക്ക് വരെ കഴിക്കാം. പിന്നെ ഷുഗർ ഉള്ള ആളുകൾക്ക് ഞാൻ പൗഡറാണ് കേട്ടോ കൊടുക്കുന്നത്, ന്യൂട്രി പൗഡറാണ് കൊടുക്കുന്നത്. അത് സീഡ്സ് പൗഡർ വേണമെന്ന് പറയുന്നവർക്ക് സീഡ്സ് പൗഡർ കൊടുക്കും. അതല്ല ന്യൂട്രി ലഡുവിന്റെ പൗഡറാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അതും കൊടുക്കും കേട്ടോ. പൗഡർ ആണെങ്കിൽ രാവിലെ ഒരു സ്പൂൺ, ഒന്നോ രണ്ടോ സ്പൂൺ എടുത്തിട്ട് ചൂടുവെള്ളത്തിലോ അല്ലെങ്കിൽ പാലിലോ മിക്സ് ചെയ്തിട്ട് അങ്ങനെ നമുക്ക് കുടിക്കട്ടോ. ലഡു ആണെങ്കിൽ നമുക്ക് രാവിലെയും വൈകുന്നേരമൊക്കെ ചായന്റെ കൂടെയൊക്കെ സ്നാക്സ് ആയിട്ടൊക്കെ അങ്ങനെ കഴിക്കുകയൊക്കെ ചെയ്യാം. അതേപോലെ തന്നെ പിന്നെ നമ്മളെ കയ്യിൽ ബീഫ് അച്ചാർ, അതേപോലെ ഫിഷ് അച്ചാർ, പിന്നെ ഗാർലിക് പിക്കിളൊക്കെ നമ്മളെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ. ബീഫ് അച്ചാർ ഞാൻ എത്ര ഇട്ടാലും തികയിലില്ല കേട്ടോ. അപ്പോൾ ഇതിന്റെ 2 ദിവസം മുന്നേ ഞാൻ 5 കിലോ ഇട്ടിട്ടുണ്ടായിനി. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ഓർഡറൊക്കെ നോക്കിയപ്പോൾ തികഞ്ഞിട്ടില്ലേനി. അപ്പോൾ ഞാനൊരു 2.5 കിലോനും കൂടെ വാങ്ങിച്ചിട്ട് പിന്നെ വേഗം അതും അച്ചാർ ഇട്ടതാണ് കേട്ടോ. അപ്പോൾ പുറത്തേക്ക് കൊണ്ടുപോകാനുള്ളവരൊക്കെ നമ്മളെ കയ്യിൽ നിന്ന് ബീഫ് പിക്കിളാണെങ്കിലും ഫിഷ് പിക്കിളാണെങ്കിലും ഗാർലിക് പിക്കിളൊക്കെ വാങ്ങലുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ നമ്മൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. പിന്നെ വാങ്ങിച്ച ആളുകൾ തന്നെ നമ്മളെ കയ്യിൽ നിന്ന് വീണ്ടും വീണ്ടും വാങ്ങിക്കാറുണ്ട് കേട്ടോ. നമ്മൾ വെളുത്തുള്ളി അച്ചാറും ബീഫ് അച്ചാറും ഫിഷ് അച്ചാറും ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിനി എന്ന് പറയലുണ്ട്. അപ്പോൾ അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമാണ്. ഇതാ നല്ല ഗ്രേവി ആയിട്ടുള്ള നല്ല അടിപൊളി വെളുത്തുള്ളി അച്ചാറാണ് കേട്ടോ. പിന്നെ നമുക്കിന്ന് കൊറിയർ അയക്കാനുള്ളതാണ് ഇതൊക്കെ. അതൊക്കെ മക്കൾ പാക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മളെ ന്യൂട്രിലഡ് കഴിച്ചാൽ നമ്മുടെ ശരീരത്തിന് നല്ലൊരു ആരോഗ്യം കിട്ടാനും അതേപോലെ തന്നെ രോഗപ്രതിരോധ ശേഷി കൂട്ടാനും ബ്ലഡ് കൗണ്ട് കൂടാനും ഒക്കെ നല്ലതാണ് കേട്ടോ. പിന്നെ തീരെ തടിയില്ലാത്ത കുട്ടികൾക്കൊക്കെ ഒരു 2 ബോട്ടിലൊക്കെ ഇടയിച്ച് അങ്ങനെ വാങ്ങിച്ചു കൊടുത്താൽ കുട്ടികൾ തടി വെക്കാനൊക്കെ നല്ലതാണ് കേട്ടോ. പിന്നെ ഈ ലേഹ്യൊന്നും കഴിക്കുന്ന പോലെയല്ല, നല്ല ടേസ്റ്റ് ആണ് കേട്ടോ കഴിക്കാൻ. അതുകൊണ്ട് കുട്ടികൾ വിടൂല, എന്തായാലും കഴിക്കും.